അപ്പോൾ വേൾഡ് കപ്പിലുള്ള പോർച്ചുഗലിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ സ്പെയിനിനെ കുറിച്ച് പറഞ്ഞു, ബ്രസീലിനെ കുറിച്ചിട്ട് പറഞ്ഞു, ജർമ്മനിനെ കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ചാൻസുള്ള ടീം, ടോപ്പ് തേർഡ് ചാൻസ് ഈ ടീമാണ് നമ്മൾ പോർച്ചുഗലാണ് പറയുന്നത്. പോർച്ചുഗലിന്റെ ലൈനപ്പിലോട്ട് നിങ്ങളൊന്ന് നോക്കും. ഇപ്രാവശ്യത്തെ പോർച്ചുഗലിന്റെ ലൈനപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള 3 മിഡ്ഫീൽഡേഴ്സാണ് പോർച്ചുഗലുള്ളത്. വിറ്റിന്യ, ബ്രൂണോ ആൻഡ് യാവോ നവസ്. ഈ 3 പ്ലെയേഴ്സും അത്യുഗ്രൻ ഫോമിലാണ് അവരുടെ ക്ലബ്ബിൽ കളിക്കുന്നത്. മാത്രമല്ല 2 വിങ്ങിലും ഉള്ളത് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫുൾ ബാക്സ് ആണ്. ഒന്ന് നെൽസൺ സെമഡോ, അദ്ദേഹം മികച്ച ഫോമിലല്ല എന്നുണ്ടെങ്കിൽ പോലും ലെഫ്റ്റ് ബാക്കിൽ ന്യൂനോ മെൻഡസ്, അദ്ദേഹം വേൾഡിലെ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്കിൽ ഒരാളാണ്. ഇത്രയും പ്ലേയേഴ്സ് തന്നെ മതി പോർച്ചുഗലിനെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ. ബാക്കിലുള്ളത് ആരാണ്? റൂബൻ ഡയസി, ഗോൺസാലോ യുനൈഷോ. ഇത്രയും നല്ല പ്ലേയേഴ്സ് ആണ് ബാക്കിലുള്ളത്. നമ്മുടെ അറ്റാക്കിങ്ങിലുള്ളത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തെ കുറച്ച് പിടിച്ചു വലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു 45 മിനിറ്റ്സ് ഒക്കെ കളി നിന്നാൽ തന്നെ ഇൻഫ്ലുവൻസ് വരുത്താൻ കഴിയുന്ന പ്ലെയർ ആണ്. കാരണം സ്ട്രൈക്കൻഡിൽ നിന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ ജോലി അത്രേ ഉള്ളൂ. കാരണം ത്രൂ ബോളുമായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റിന്യ, യാവോ നവസ്, 2 വിങ്ങിലൂടെ സെമഡോയും ന്യൂനോ മെൻഡസും, ഇത്രയും പ്ലേയേഴ്സ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ അറ്റാക്കിങ് സ്ട്രോങ് ആയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. പോരാത്തതിന്റെ 2 വിങ്ങിൽ നെറ്റോയും റാഫേലിയോയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, യാവോ ഫിലിക്സ് ഉണ്ട്, സബിൽ വേറെ ഗോൺസാലോ റാമോസ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ സ്കോഡ് അത്രയും സ്ട്രെങ്ത് ഉള്ള സ്കോഡാണ്. പക്ഷെ വേൾഡ് കപ്പ് അടിക്കാൻ സ്കോഡ് മാത്രം മതിയോ? പോരാ. കാരണം നിങ്ങൾക്ക് അറിയാം, ചെറിയ ചെറിയ ടീം വരെ അവരുടെ ടീമിന്റെ ഗെയിം സ്പിരിറ്റ്, അവരുടെ ടീം സ്ട്രെങ്ത്, അവരുടെ ഒരു കോൺഫിഡൻസ്, ഒത്തൊരുമ, ഇതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അപ്പോൾ അതുകൂടെ വേണമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം വേൾഡ് കപ്പാണ്. എല്ലാ ടീമും ടോപ്പ് ലെവൽ മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന വേൾഡ് കപ്പാണ്. എന്തായാലും എൻ്റെ ഒരു നമ്മളെ പ്രഡിക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് തേർഡ് ടീമിൽ ഒരു ടീമാണ് പോർച്ചുഗൽ. അതായത് 3ാം സ്ഥാനമാണ് പോർച്ചുഗലിന്. ബാക്കിയുള്ള ഇനിയുള്ള ടീമുകൾ അർജന്റീന ആൻഡ് ഫ്രാൻസ് ആണ്. ഇവരെ കുറിച്ചിട്ട് നമുക്ക് വരുന്ന വീഡിയോകൾ ചർച്ച ചെയ്യാം. ഓക്കെ, സോ അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു.